الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബു അദ്ദുആഇ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്യുന്നതിലേക്കുള്ള ക്ഷണിക്കൽ, ദഅവത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ബാബുകൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തൗഹീദിന്റെ പ്രാധാന്യവും അതുകൊണ്ടുള്ള നേട്ടവും തൗഹീദിന്റെ സാക്ഷാത്കാരവും തൗഹീദിനെതിരായിട്ടുള്ള ശിർക്കിനെ തൊട്ടുള്ള ഭയവുമെല്ലാം പറഞ്ഞു. അതിനുശേഷം ഒരടിമ തൗഹീദ് മനസ്സിലാക്കുകയും അതിന്റെ എതിരായിട്ടുള്ള ശിർക്കിൽ നിന്നെല്ലാം ഒഴിവാകുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സ്വന്തത്തിലുള്ള അവന്റെ കാര്യങ്ങൾ അവൻ ശരിയാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രം മതിയോ? അതോടുകൂടി അവന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചോ? വേറൊന്നും അവൻ ചെയ്യേണ്ടതില്ലേ? അതാണ് ഈ ബാബിൽ പറയുന്നത്. അഥവാ തൗഹീദ് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിമയുടെ മേലെയുള്ള അടുത്ത ബാധ്യത അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതാണ്, ദഅവത്ത് ചെയ്യുക എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുക, ക്ഷണിക്കുക എന്നുള്ളത് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അത് മറ്റുള്ളവർക്കുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അഥവാ ഷിർക്കിലോ കുഫറിലോ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ മാത്രം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്, അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന നിലക്ക് മാത്രം പൊതുവെ ആളുകൾ വിചാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തൗഹീദ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിത അവസാനം വരെ ആ തൗഹീദിൽ നിലനിൽക്കാനും നമ്മുടെ സന്താന പരമ്പരകൾക്ക്, നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും എന്ത് വേണം? നമ്മൾ തൗഹീദ് പ്രചരിപ്പിക്കണം, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കണം. എന്നാൽ മാത്രമാണ് തൗഹീദുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർക്ക് ഖുവ്വത്തുള്ളത് കൊണ്ട് തന്നെ, ഇസ്ലാമികമായിട്ട് ഒരു ഭരണാധികാരവും രാഷ്ട്രവും ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ശിർക്കൻ നാടുകളിലേക്ക് അവർ ദഅവത്തുമായി ചെല്ലുകയും അതുപോലെ ജിഹാദ് ചെയ്യുകയും എല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരേക്ക് ഇസ്ലാം എത്താനും ഷിർക്കിനെ അവസാനിപ്പിക്കാനുമാണ്. കാരണം ഷിർക്കിനെ അതിന്റെ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ എന്തു സംഭവിക്കും? അത് വളരും, അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാവും, ആളുകൾ അതിൽ വീണുപോകും. അതുകൊണ്ട് നമ്മളിൽ ഷിർക്ക് ഭയപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ ഷിർക്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ദഅവത്ത് ചെയ്യണം. പല ആളുകളും എന്റെ കാര്യം ശരിയായിട്ടുണ്ട്, ഞാൻ തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, ആളുകൾ എന്താണെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല. നമ്മൾ ദഅവത്ത് ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായിക്കുന്ന പക്ഷം, ഒരടിമ സഹായിക്കുന്ന പക്ഷം ആ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും സഹായിക്കും. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് വിശ്വാസവും കർമ്മങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കുക, അതുപോലെ ആ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിക്കുക, അള്ളാഹുവിന്റെ കലിമത്തിനെ ഉയർത്തുക, ഇതെല്ലാം അള്ളാഹുവിനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പഠിക്കണം, അതനുസരിച്ച് കർമ്മം ചെയ്യണം, അത് ദഅവത്ത് ചെയ്യുകയും വേണം. അത് ഷിർക്കിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഷിർക്കിന്റെ ശക്തി കുറക്കാൻ, തൗഹീദിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ, തൗഹീദ് ആളുകളിലേക്ക് എത്താൻ എല്ലാം ഉപകരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ബാബിൽ അൽ ഖൗഫു മിനശ് ശിർക്ക് എന്ന ബാബിൽ പറയണം വിചാരിച്ച ഒരു കാര്യമായിരുന്നു, സഹാബികൾ
എത്രത്തോളം ഈ ശിർക്കിന്റെ ഫിത്നകളിൽ ആളുകൾ അകപ്പെടുന്നതിനെ ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തസ്തർ എന്ന പ്രദേശം കീഴടക്കുകയും അവിടെ സൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ധാരാളം സമ്പത്തും കാര്യങ്ങളുമെല്ലാം ഇസ്ലാമിക സൈന്യത്തിന് കീഴിൽ ലഭിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഒരു ഒരു വ്യക്തിയുടെ ശരീരം മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ഒരുപാട് കാലങ്ങളായി മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരം, ഒരു കേടും വന്നിട്ടില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്തായിക്കൊണ്ട് തന്നെ ഒരു വേദഗ്രന്ഥം, ഒരു കിതാബ് അതുമുണ്ട്. അങ്ങനെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അങ്ങനെ ഈ കിതാബ് കൊടുത്തയച്ചു. ഈ കിതാബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, അതിലെ ഭാഷ കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന് അറിയാം, ഇത് നീ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തണം, എന്താണ് ആ കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ മുൻപുള്ള ഏതോ ഒരു വേദഗ്രന്ഥമാണ് എന്ന് നിലയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഈ ശരീരം എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം സഹാബികളുടെ അഭിപ്രായമെല്ലാമായിട്ട് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരം ആരുടേതാണ് എന്നുള്ളത് ചർച്ചയിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്രായേലിയാത്തുകളിൽ ഒരു നബിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്, ദാനിയാൽ എന്നു പേരുള്ള ഒരു നബി. ആ നബിയുടെ ഏതാണെന്ന് പറഞ്ഞവരുണ്ട്, അതല്ല മറ്റേതോ സ്വാലിഹായ ഒരു വ്യക്തിയുടെ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആ ശരീരത്തെ അവർ മറമാടാൻ ഉപയോഗിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാട്ടിൽ പകലിൽ ആളുകൾ കാണുക ഒരു അരുവിയുടെ സമീപത്തായിക്കൊണ്ട് 13 കുഴികൾ, ഖബറുകൾ കുഴിച്ചു. 13 ഖബറുകൾ കുഴിച്ചു. അങ്ങനെ ആളുകൾ ഉറങ്ങുന്ന രാത്രിയിൽ ആരും കാണുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അതിൽ ഒന്നിൽ ഈ ശരീരം മറമാടുകയും ബാക്കിയെല്ലാ ആ 13 മുഴുവൻ ഒരേപോലെ തന്നെ മണ്ണിട്ട് മൂടുകയും ചെയ്തു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആളുകൾ പിന്നീട് ഇപ്പൊ വിഗ്രഹാരാധനയുടെയും ശിർക്കിന്റെയും എല്ലാം അടിസ്ഥാനം ഖബറുമായി ബന്ധപ്പെട്ടതാണ്, ഖബറിലേക്ക് ആളുകൾ എത്തിപ്പെട്ടതാണ്, അഥവാ സ്വാലിഹ്യങ്ങളുടെ അമ്പിയാക്കളുടെ വിഷയത്തിൽ ഗുലൂ സംഭവിച്ചതാണ്. അങ്ങനെ ഇതിലേക്ക് ആകൃഷ്ടരാവാതിരിക്കാൻ വേണ്ടി സ്വഹാബികൾ ചെയ്ത ഒരു കാര്യമാണ്. കാരണം അവർ അത്രത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഫിത്ന ഭയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം കാണാം. ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ തന്നെ ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ബൈഅത്ത് ചെയ്ത ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലാണ് ബൈഅത്ത് ചെയ്യുന്നത്. ആ ബൈഅത്ത് ചെയ്ത വൃക്ഷത്തിനടുക്കൽ പിൽക്കാലത്ത് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ അടുത്ത് വന്ന് നിസ്കരിക്കാനും അതിൽ നിന്നൊരു ബറക്കത്ത് ലഭിക്കുമെന്നുള്ള നിലയ്ക്കെല്ലാം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ മരം മുറിച്ചു കളയാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് കാണാം. അങ്ങനെ ധാരാളം സംഭവങ്ങൾ പിൽക്കാലത്തും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഷിർക്കിലേക്ക് ആളുകൾ എത്തുന്ന വഴികളെ തടയാൻ സഹാബികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ തൗഹീദിന്റെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതെല്ലാം ഷിർക്കിനെ തൊട്ടുള്ള ഭയത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ബാബിൽ തൗഹീദിലേക്കുള്ള ദഅവത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദഅവത്ത് ചെയ്യുന്നത് നമുക്ക് അവസാനം വരെ തൗഹീദിലായി നിലകൊള്ളാനും അതുപോലെ തന്നെ നമുക്ക് തൗഹീദുള്ള ഒരു സമൂഹം, ഒരു സാഹചര്യം ഉണ്ടാകാനും നമ്മുടെ മക്കൾക്കും അതുപോലെ വരും തലമുറക്കും തൗഹീദ് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ അത് അംഗീകരിച്ച് അതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലവും നേട്ടവുമുണ്ട്, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനോട് തുടർച്ചയായിട്ട് ഈ ബാബിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ള ആയത്ത് സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്താണ്. വഖൗലില്ലാഹി തആല ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കും തൗഹീദിലേക്കും എല്ലാം ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി അറിവോടുകൂടി ഞാൻ എന്താണ് പറയുന്നത് എന്ന ബോധ്യത്തോടുകൂടി. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും, എന്നെ പിൻപറ്റിയിട്ടുള്ള അന്നത്തെ സഹാബികളും അതുപോലെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങളും. വസുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, തീർച്ചയായും ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള മഖാം ദഅവത്തിന്റെ മഖാമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൂദിയത്ത് തെളിയിച്ചതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സ്ഥാനം ദഅവത്തിന്റെ മഖാമാണ്. കാരണം ആ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗം ചെറുതല്ല. എത്രയോ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള റസൂലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റുള്ള എല്ലാ നബിമാരെക്കാളും. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദഅവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ ആ ദഅവത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറയുകയാണ്, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. എന്റെ മാർഗം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ നേരായിട്ടുള്ള എന്റെ ദഅവത്തിന്റെ മാർഗം, ഞാൻ ക്ഷണിക്കുന്നത്, അതിന്റെ രീതി അത് ഇതാണ്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് തൗഹീദിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്ക് മാത്രമാണ്. ദുനിയാവിന്റെ മറ്റെന്തെങ്കിലും നേട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തിലേക്കോ അങ്ങനെയൊന്നുമല്ല, അള്ളാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതിലേക്ക്, അവന്റെ വഹ്ദാനിയത്തിലേക്ക്. അലാ ബസീറത്തിൻ, അതായത് ബസീറത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉൾക്കാഴ്ച, അറിവോടുകൂടി ദഅവത്ത് ചെയ്യുമ്പോൾ നാം എന്തിലേക്കാണ് ദഅവത്ത് ചെയ്യുന്നത്, എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് അയാൾക്ക് അറിവുണ്ടായിരിക്കണം. വ്യക്തമായ തെളിവുകൾ, ആ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ പറയുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന് വ്യക്തമായ ബോധത്തോടുകൂടി ബസീറത്തോടുകൂടിയാണ് ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്ന ആ പാത പിൻപറ്റുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരാണ്. അപ്പൊ ഒരു മുഅ്മിനിന്റെ മേലെയുള്ള ബാധ്യതയാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ കഴിവ് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നത്. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അഥവാ അള്ളാഹുവിന്റെ മേലെ ആരെല്ലാം എന്തെല്ലാം ന്യൂനതകളും ആരോപണങ്ങളും ആരോപിച്ചിട്ടുണ്ടോ അതൊന്നും ബാധിക്കാത്ത വിധം അള്ളാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ഇവിടെ റസൂലുകളുടെ ദഅവത്തിന്റെ രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ആയത്തുകളിലൂടെ പറഞ്ഞത് കാണാം. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? അള്ളാഹു റസൂലുകളോട് ക്ഷണിക്കാൻ പറഞ്ഞിട്ടുള്ളത് 3 തരത്തിലാണ്. ബിൽ ഹിക്മതി വൽ മൗഇളതി അൽ ഹസന, ഹിക്മത്തോടുകൂടി, യഥാർത്ഥ ഹിക്മത്ത് അഥവാ ഹക്ക് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന രീതിയിൽ ഹിക്മത്തോടുകൂടി പറയുക. രണ്ടാമത്തേത് മൗഇളത്തുൽ ഹസന, ഹക്ക് അംഗീകരിക്കാൻ കേൾക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ ഇടയ്ക്കെല്ലാം തെറ്റിപ്പോകുന്ന ആളുകൾ, അവരോട് ക്ഷണിക്കേണ്ട രീതി നല്ല സതുപദേശം നൽകിക്കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, എതിർത്ത് നിൽക്കുന്ന ആളുകൾ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ സംവദിച്ചുകൊണ്ടാണ് ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് റസൂലുകളുടെ രീതിയും റസൂലുകളെ പിൻപറ്റിയവരുടെ രീതിയും. അവിടെ പറഞ്ഞിട്ടുള്ള വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നാം പിൻപറ്റേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരിലേക്ക് അഥവാ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. അതിന് എങ്ങനെയാണോ നമുക്ക് കഴിയുക അങ്ങനെ, എങ്ങനെയാണോ കഴിയുക അങ്ങനെ. ഇതൊരിക്കലും ഇതൊന്നും എന്റെ ബാധ്യതയല്ല, ഇതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല എന്ന നിലയ്ക്ക് ഒരാൾ വിട്ടുപോകരുത്. നമ്മൾ പഠിക്കുന്നത് പോലെ, ആ പഠിച്ച കാര്യങ്ങൾ കർമ്മം ചെയ്യുന്നത് പോലെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും അതിയായ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അടുത്തത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുകയുണ്ടായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ടു മുമ്പുള്ള വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് ഇബ്നു ജബലിനെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു. മുആദ് ഇബ്നു ജബൽ പിന്നീട് അവിടെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തോളം
അവിടുത്തെ ഖാളി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഷാമിലേക്ക് പോവുകയും ഷാമിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ്, വളരെ ഇൽമുള്ള സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. യമനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ ഖാല ലഹു, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ ചെല്ലുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ്. അന്ന് യമനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അഹ്ലുൽ കിതാബുകാരാണ്, അഥവാ യഹൂദന്മാരും നസാറാക്കളുമാണ് യമനിൽ ഉണ്ടായിരുന്നത്. മക്കത്തോ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെക്കാൾ യമനിൽ ഉണ്ടായിരുന്നത് അഹ്ലുൽ കിതാബുകാരായിരുന്നു. അതായത് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ. അവർക്ക് മുൻപ് റസൂലുകൾ വന്നിട്ടുണ്ട്, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു അടിസ്ഥാനമുണ്ട്. പിഴച്ചതാണെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവും അവർക്ക് പറയാൻ. അവർ കൈകടത്തിയിട്ടുള്ളതാണെങ്കിലും ഒരു പ്രമാണം ഉണ്ടാവും. എന്നാൽ മുശ്രിക്കീങ്ങൾക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല. മുശ്രിക്കീങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിശ്വാസമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അഹ്ലുൽ കിതാബുകാർക്ക് തെറ്റാണെങ്കിലും അവർക്കൊരു അടിസ്ഥാനം, ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് പറയാണ്, നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്തിലേക്കാണ്. അതിൽ സാക്ഷ്യം വഹിക്കണം എന്നതിലേക്കാണ്. വഫി റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ഇലാ അയ്യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയാണ് നീ ക്ഷണിക്കേണ്ടത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ദഅവത്തിന്റെ രീതി, റസൂലുകളുടെ ദഅവത്തിന്റെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്. ആദ്യം നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചതല്ല, ആദ്യം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചതല്ല, ആദ്യം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ക്ഷണിച്ചതല്ല, അല്ലെങ്കിൽ ആദ്യം ഭൗതികമായ കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടി ക്ഷണിച്ചതല്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യാനാണ്, തൗഹീദ് അംഗീകരിക്കാനാണ്. മറ്റൊരു റിവായത്തിൽ വന്ന വാക്ക് നോക്കൂ, അയ്യുവഹിദുല്ലാഹ്. അവിടെ വഹദ യുവഹിദു അത്തൗഹീദ്, അതിന്റെ മസ്ദർ, അതിന്റെ രൂപമാണ് തൗഹീദ് എന്നുള്ള വാക്ക്. ചില ആളുകൾ സലഫി ദഅവയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അവരോട് തർക്കിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായമാണ്, നിങ്ങൾ ഉണ്ടാക്കിയ വാക്കാണ് തൗഹീദ് എന്നുള്ളത്. ഖുർആനിലോ ഹദീസിലോ തൗഹീദ് എന്നുള്ള വാക്ക് വന്നിട്ടില്ല, നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ വാക്കാണ് തൗഹീദ് എന്ന് പറയുന്നത് കാണാം. തെറ്റാണത്. കാരണം ഹദീസിൽ അയ്യുവഹിദു, തൗഹീദ് എന്നുള്ള വാക്കിന്റെ ഫിഅലിന്റെ രൂപമാണ് വഹദ യുവഹിദു എന്നുള്ളത്. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ആ അർത്ഥത്തിൽ തന്നെ വന്നിട്ടുണ്ട്, ആ ആശയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ആ തൗഹീദിലേക്ക്, അള്ളാഹുവിനെ ഇബാദത്തിൽ ഏകനാക്കാൻ, അതിലേക്കാണ് നീ ആദ്യം ക്ഷണിക്കേണ്ടത്. ഒരു സംശയവുമില്ല, പല ശുബ്ഹത്തുകളും നമ്മുടെ നാടുകളിൽ പല വിഭാഗങ്ങളിൽ നിന്നും വരും. ആദ്യം തൗഹീദിലേക്കല്ല ക്ഷണിക്കേണ്ടത്, ആളുകൾ മസ്ജിദിലേക്ക് വരട്ടെ, ആദ്യം നിസ്കരിക്കട്ടെ, എന്നിട്ട് തൗഹീദ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആളുകൾ അവരുടെ സാമ്പത്തികമായ നിലവാരം നന്നാവട്ടെ, അഥവാ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അത് ചെയ്തു കഴിഞ്ഞിട്ട് മതി തൗഹീദ്. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് എന്തിനാണ്? തൗഹീദിനാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു. ഫഇൻഹും അത്വഊക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വിഷയത്തിൽ അവർ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ ലിദാലിക് ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നീ അവരെ അറിയിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേലെ ഓരോ രാവും പകലിലും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫജ്റും ളുഹറും അസ്റും മഗ്രിബും ഇശാവും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ട് ആ ഒരു ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തൗഹീദിലേക്ക് ക്ഷണിച്ച്. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള ആളുകൾ അവര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഉമ്മത്ത് മസ്ജിദിൽ എത്തട്ടെ എന്നിട്ട് മതി തൗഹീദൊക്കെ പഠിപ്പിക്കല്, ഉമ്മത്ത് നിസ്കരിക്കട്ടെ എന്നിട്ട് മതി തൗഹീദ് പഠിപ്പിക്കല്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല, സഹാബികളുടെ രീതിയല്ല, മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയാണ്. എന്നിട്ട് അവർ ധാരാളം നിസ്കരിക്കും, അവർ റവാത്തിബായ സുന്നത്തുകൾ നിസ്കരിക്കും, രാത്രി നിസ്കാരം നിസ്കരിക്കും. അവരേതെങ്കിലും ജാറത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് തുടരും. അല്ലെങ്കിൽ ഇടനിലക്കാരായി മറ്റേതെങ്കിലും ഔലിയാക്കളെയോ സ്വാലിഹീങ്ങളോ വിളിച്ച് ഇടനിലക്കാരെ വെക്കുന്നുണ്ടെങ്കിൽ അത് തുടരും. അല്ലെങ്കിൽ ശിർക്കൻ വരികളുള്ള മൗലൂദോ മറ്റോ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരും.
യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറയേണ്ടത് അത് തൗഹീദാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ വിശ്വാസം ശരിയാക്കാതെ സഹീഹായ അഖീദ ഇല്ലാതെ എത്ര ഇബാദത്ത് ചെയ്തിട്ടും അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയില്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. തൗഹീദിന്റെ മേലുള്ള ഒരു കെട്ടിടം വിചാരിച്ചാൽ മതി, അടിത്തറയില്ലാത്ത ഒരു കെട്ടിടം എങ്ങനെയാണ് നിലനിൽക്കുക? തകർന്നു പോകും. തൗഹീദ് ഇല്ലാതെ അഖീദ സഹീഹാവാതെ അവൻ എത്ര കർമ്മം ചെയ്താലും അതെല്ലാം ധൂളികളായി പോകുന്നതാണ്. എന്നാൽ സഹീഹായ അഖീദയുടെ മേലെ കുറഞ്ഞ നിർബന്ധമായ കർമ്മങ്ങളാണെങ്കിൽ പോലും അത് വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന കർമ്മങ്ങളായി അവിടെ ബാക്കിയുണ്ടാകും. അപ്പോ തൗഹീദാണ് ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞാൽ 5 വഖ്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. ഫൈൻഹും അത്അഊക്, അതിലും നിന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും അന്ന അല്ലാഹ അഫ്തറദ അലൈഹിം സദഖതൻ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അടുത്തത് നീ അവരെ അറിയിക്കണം, അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. സദഖ എന്നുകൊണ്ട് ഉദ്ദേശം, സദഖ എന്നുള്ള പദം ഖുർആനിലും ഹദീസിലും സക്കാത്തിനും ഉപയോഗിക്കാറുണ്ട്. നിർബന്ധമായ സക്കാത്ത് നൽകാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ അതിന് അർഹരായിട്ടുള്ള ആളുകൾ, സമ്പന്നരായിട്ടുള്ള അതിന്റെ പരിധി എത്തിയിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് ദരിദ്രരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരോട് അറിയിക്കണം, അവരോട് പറയണം. ഫൈൻഹും അത്അഊക ലിദാലിക ഫഇയ്യാക വകറായിമ അംവാലിഹിം, അതിലും നിന്നെ അവർ അനുസരിച്ചു കഴിഞ്ഞാൽ നീ സൂക്ഷിക്കണം. ആ സക്കാത്ത് നീ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ കറായിമ അംവാലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിൽ മൂല്യവത്തായിട്ടുള്ള, അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യം മാത്രമായി നീ എടുക്കരുത്. അതായത് ഒന്നുകിൽ നല്ല പാല് നൽകുന്ന അല്ലെങ്കിൽ നല്ല ശേഷിയുള്ള മൃഗങ്ങൾ, ആടോ മാടോ ഒട്ടകമോ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ ചെമ്മരി ആടിൽ ഒരുപാട് അതിന്റെ രോമം ധാരാളമുള്ള അങ്ങനെയുള്ള അവർക്ക് മൂല്യവത്തായിട്ടുള്ളതിനെ മാത്രം സക്കാത്തിന്റെ മുതലായിട്ട് നീ എടുക്കുന്നത് നീ സൂക്ഷിക്കണം. വില കുറഞ്ഞ ഏറ്റവും എന്തെങ്കിലും രോഗം ബാധിച്ച ഒഴിവാക്കാനായി നിൽക്കുന്ന ജന്തുക്കളെയും അങ്ങനെയല്ല, ഒരു വസതീയത്തിൽ ഒരു മധ്യമമായിട്ടുള്ള ജന്തുക്കളെയാണ്, അല്ലെങ്കിൽ ആ വിഷയം അവരുടെ സമ്പത്തിൽ എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സക്കാത്തിൻ്റെതായി നീ എടുക്കേണ്ടത്. വിലപിടിപ്പുള്ള അവർക്ക് മൂല്യവത്തായിട്ടുള്ളതിനെ മാത്രം എടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. സക്കാത്ത് നൽകുമ്പോൾ അങ്ങനെ അത് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുആദ് റളിയല്ലാഹുവിനോട്, വത്തഖി ദഅവതൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആഇനെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ, തീർച്ചയായിട്ടും അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ, അഥവാ ആക്രമിക്കപ്പെട്ടവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ല. ദുആ ഉത്തരം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ഉലമാക്കൾ പറയുന്നത് കാണാം. അത് വിളിച്ചു തേടുന്നവൻ ഒരു കാഫിറാണ്, ആക്രമിക്കപ്പെട്ട് ദുൽമ ചെയ്യപ്പെട്ട ഒരുവനാണ്. അവൻ കാഫിറാണെങ്കിലും അവനൊരു തേട്ടം തേടിയാൽ, ഏത് ഇലാഹി എന്നുള്ള അർത്ഥത്തിലല്ല, അവനൊരു തേട്ടം, പൊതുവെയുള്ള ഒരു തേട്ടം തേടിയാൽ അതുവരെ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ദുൽമ ചെയ്യപ്പെടുക എന്നുള്ളത്, ഒരാളുടെ ഹക്ക് അവർക്ക് നൽകാതെ ദുൽമ ചെയ്യപ്പെടുക, അവൻ അതിപ്പോ സമ്പത്തിന്റെ വിഷയത്തിലാകാം, രക്തത്തിന്റെ വിഷയത്തിലാകാം, അഭിമാനത്തിന്റെ വിഷയത്തിലാകാം, ഏത് വിഷയത്തിലാകട്ടെ, ഒരാളോട് ദുൽമ ചെയ്യപ്പെട്ടാൽ അവന്റെ ദുആഇന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയുണ്ടാകില്ല, അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോ അത് സൂക്ഷിക്കണമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താൻ. അപ്പോ ഇവിടെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇവിടെ ദഅവത്തിന്റെ ഓർഡറിനെ, ഏതൊരു രീതിയിലാണ് ദഅവത്ത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദഅവത്ത് ചെയ്യുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അഥവാ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേക്ക് മാത്രമാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ക്ഷണിക്കേണ്ടത്. അതാണ് അടിസ്ഥാനം. അതില്ലാതെ മറ്റ് എത്ര വലിയ കർമ്മം ഒരാൾ ചെയ്താലും അത് യാതൊരു ഉപകാരവും അവന് ചെയ്യാൻ പോകുന്നില്ല. ആ മുൻഗണനാ ക്രമത്തെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ഹദീസ്, വലഹുമ അൻ സഹൽ ബിൻ സഅദ്, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ, അഥവാ യുദ്ധമായിട്ട് നടന്നിട്ടില്ല, അതിനു മുമ്പേ മുസ്ലിമുകൾക്ക് വിജയം ലഭിച്ചു, ജൂതന്മാരുമായിട്ടുണ്ടായിരുന്ന ഖൈബർ ആ യുദ്ധ സന്ദർഭത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബകളും ഖൈബറിന്റെ അടുക്കലായി വന്ന് അവർ തമ്പടിച്ചിട്ടുണ്ട്. ജൂതന്മാർ പല കോട്ടകളിലായിട്ട് രക്ഷ തേടിയിരിക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ദിവസത്തിൽ വൈകുന്നേരത്തിൽ പറയുകയുണ്ടായി, ലൗ അഅതിയന്ന അർറായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫ്തഹുല്ലാഹു അലാ യദൈഹി ലൗ അഅതിയന്ന അർറായത ഗദൻ, ഞാൻ യുദ്ധത്തിന്റെ ഈ കൊടി നാളെ നൽകും. റജുലൻ, ഒരു വ്യക്തിക്ക്, യുഹിബ്ബുല്ലാഹ വറസൂലഹു, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അവനെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് നാളെ ഞാൻ യുദ്ധത്തിന്റെ കൊടി നൽകുമെന്ന് പറഞ്ഞു. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അവനിലൂടെ അള്ളാഹു തആല ഖൈബറിൽ വിജയം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഖൈബറിൽ വിജയം ഉണ്ടാകും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അറായത്ത്, കൊടി എന്നുദ്ദേശിക്കുന്നത് യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിന്റെ കയ്യിൽ ഒരു കൊടി നൽകുന്നതിന് റായത്ത് എന്ന് പറയാം. അതിന് പുറമെ ഇസ്ലാമിന്റേതായിട്ട് ഒരു അടയാളമായിട്ട് ലിവാവും ഉണ്ടാകാറുണ്ട്. റായത്ത് കറുത്ത നിറത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു കൊടി നൽകും. കാരണം ആ കൊടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആളുകൾ ഓടുകയോ ഛിന്ന ഭിന്നമാവുകയോ ചെയ്താൽ തിരിച്ചു മടങ്ങാൻ വേണ്ടി, എത്തിച്ചേരാൻ വേണ്ടിയുള്ള അടയാളമായിട്ടാണ്. അത് കറുത്ത കൊടിയായിരുന്നു. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നാളെ ഞാൻ ഒരാൾക്ക് നൽകും. ആ ആളുടെ പ്രത്യേകത എന്താണ്? ആ വ്യക്തി അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്നു. മഹത്തായ സ്ഥാനമാണ്, വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ്. ആ വ്യക്തിയിലൂടെ വിജയം ഉണ്ടാകും എന്നും പറഞ്ഞു. ഫബാത الناس يذوقون ليلتهم ايهم يعطاها. അങ്ങനെ ആ രാത്രിയിൽ ജനങ്ങൾ, രാത്രി നിൽക്കുന്ന സഹാബികൾ എന്തായി, അവരിങ്ങനെ സംസാരിക്കലും ചർച്ചയായി. ആർക്കായിരിക്കും അത് കിട്ടുക, ആർക്കായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുക എന്ന് എല്ലാവരും ആഗ്രഹിച്ചു, സംസാരിച്ചു. കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് കിട്ടണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കും. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ ആർക്കാ ഇഷ്ടം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ ആർക്കാ താല്പര്യം ഇല്ലാതിരിക്കുക, ആ ഒരാൾ വിജയം കൈവരിക്കുന്ന ഒരാളവൻ ആർക്കാ ഇഷ്ടമില്ലാതിരിക്കുക. അപ്പൊ സഹാബികൾ സംസാരിക്കാൻ ആർക്കായിരിക്കും. ഫലമ്മ അസ്ബഹു, അങ്ങനെ രാവിലെയായി. غدوا على رسول الله صلى الله عليه وسلم كلهم يرجو ان يعطاها. പ്രഭാതമായി, രാവിലെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പോയി. സഹാബികൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പോയി. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കത് കിട്ടണം, എനിക്കത് നൽകണം, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് നൽകിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും ചെല്ലുന്നത്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ വന്നപ്പോൾ ചോദിച്ചു, ഐന അലി ഇബ്നു താലിബ്, അലി ഇബ്നു അബി താലിബ്, എവിടെയാണ് അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപുത്രനും മകളുടെ ഭർത്താവുമായിട്ടുള്ള, ഫാത്തിമ ബിയുടെ ഭർത്താവുമായിട്ടുള്ള അലി ഇബ്നു അബി താലിബ് എവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഫഖീല, അപ്പോ പറയപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, ഹുവ യസ്തകി ഐനൈഹി, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിൽ എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, കണ്ണിന് എന്തോ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഫർസലു ഇലൈഹി ഫഉതിയ ബിഹി, അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളെ വിടുകയും അലി റളിയല്ലാഹുവിനെ കൊണ്ടുവരികയും ചെയ്തു. ഫബസഖ ഫീ ഐനൈഹി വദഅ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ ആ രണ്ട് കണ്ണുകളിലാക്കുകയും അലി റളിയല്ലാഹുവിന്റെ കണ്ണുകളിലാക്കുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ പലതരത്തിൽ രോഗങ്ങൾക്ക് ശിഫ ആയിട്ടുള്ള സംഭവം ധാരാളം ഹദീസുകളുണ്ട്. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ കണ്ണുകളിൽ അതാക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു, അത് ശിഫയാകാൻ വേണ്ടിയിട്ട്. ഫബറഅ കഅൻ ലം യകുൻ ബിഹി വജഉൻ, അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന്, കണ്ണിൽ നിന്ന് എന്താണോ ബുദ്ധിമുട്ട് ബാധിച്ചത് അത് മാറുകയും ഒരു രോഗവും ഇല്ലാത്ത ഇരുന്ന അവസ്ഥയിൽ മാറി. ഫഅതാഹു റായത, അങ്ങനെ ഈ കൊടി, യുദ്ധസൈന്യത്തിന്റെ നേതാവിന്റെ കയ്യിലുണ്ടാകുന്ന റായത്ത്, ഇസ്ലാമിന്റെ കൊടി അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻഫുദ് അലാ റിസ്ലിക് ഹത്താ തൻസില ബിസാഹതിഹിം, നീ സാവധാനത്തിൽ നേരെ ആ ഖൈബറിന്റെ കോട്ടയുടെ അടുക്കിലേക്ക് പോവുക, അതിനു മുമ്പുള്ള പ്രദേശത്തിൽ എത്തുന്നത് വരെ നീ സാവധാനത്തിൽ അവരുടെ നേരെ പോവുക. ثم دعهم الى الاسلام, അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക.
വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി തആല ഫീഹി. അങ്ങനെ നീ അവരെ അറിയിക്കണം അള്ളാഹുവിന് നിങ്ങളുടെ മേലെയുള്ള അവരുടെ മേലെയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോട് അവർ വീട്ടിക്കൊടുക്കേണ്ട ഹക്ക്, അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം അതെന്താണെന്ന് അവരെ അറിയിക്കുക. എന്താണത്? ഹഖുല്ലാഹി അലൽ ഇബാദ് എന്താണ്? അയ്യുവഹിദു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക, ഏകനാക്കുക, മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക. അതാണ് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട ഹക്ക്. ഫവല്ലാഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ, നീ കാരണത്താൽ നിന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുകയാണെങ്കിൽ, ഹിദായത്തിന്റെ അവകാശം അള്ളാഹുവിന്റെ കയ്യിലാണ്, എന്നാൽ അതിനെ കാരണക്കാരനാകാൻ സാധിക്കും ആളുകൾക്ക്. അങ്ങനെ നിന്നെ കൊണ്ട് അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകുകയാണെങ്കിൽ ഖൈറുൻ ലക മിൻ ഹുംരിൻ നിഅം, ചുവന്ന ഒട്ടകത്തിനേക്കാൾ, അഥവാ അന്ന് വിലപിടിപ്പുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഇന്നിപ്പോ നല്ല ഒരു ലക്ഷറി കാർ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള ഒരു കാര്യമായിട്ട് കണ്ടിരുന്നതാണ് ഈ തരത്തിലുള്ള ഒട്ടകങ്ങൾ. അങ്ങനെ ഒരു ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറായിട്ടുള്ള കാര്യം നീ കാരണത്താൽ, നീ മുഖേന ഒരാൾ ഹിദായത്തിലാകലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയുണ്ടായി. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു, അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. നാലാമത്തെ ഖലീഫയാണ്, ശ്രേഷ്ഠമായ സ്ഥാനമുള്ള ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പലർക്കും നൽകിയതായിട്ടുണ്ട്. അങ്ങനെ പല മുഅ്ജിസത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് തെളിവായിട്ടുള്ള ഒരു കാര്യമാണ് ഖൈബർ വിജയിക്കും എന്നുള്ളത് അലി റളിയല്ലാഹുവിനെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അല്ലാതെ വഹി ലഭിക്കാതെ എങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ചില ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പറയാറുള്ള കാര്യമാണ്, ഇപ്പോ ഖൈബർ യുദ്ധമാവട്ടെ, ബനൂ ഖുറൈളയുമായിട്ടുള്ള യുദ്ധങ്ങളാവട്ടെ, ജൂതഗോത്രങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളാവട്ടെ, ധാരാളം ആളുകൾ മുൽഹിദീങ്ങൾ, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ടുള്ള ആളുകൾ, അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ജൂതന്മാരുടെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി, അത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വധിച്ചത് എന്നെല്ലാം പറയുന്നത് കേൾക്കാം. ഇവിടെ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് എന്താണ്? അലി റളിയല്ലാഹുവിനോട് ചെന്നിട്ട് ആദ്യം പറയാൻ പറഞ്ഞത് എന്താണ്? ഉദ്ഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? അവർ മുസ്ലിമീങ്ങളുടെ സഹോദരങ്ങളാണ്, അവരുടെ രക്തവും സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടും. പിന്നെ അതൊരു മുസ്ലിമിന് ഹറാമായി തീരും, അത്രയും വിലപിടിച്ച കാര്യമായിട്ട് അവർ മാറും. ശരിക്കും യഥാർത്ഥത്തിൽ ജിഹാദ് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പിന്നീട് സ്വഹാബികളും ഇസ്ലാമിക ഭരണകൂടത്തിൽ ഖലീഫയുടെ കീഴിൽ, അമീറിന്റെ കീഴിൽ ഷിർക്കിന്റെ നാടുകളിലേക്ക് ജിഹാദിന് പോകുമ്പോൾ അതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ആ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസരം നൽകാനാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. കാരണം അതല്ലേ എങ്കിൽ അവര് നാളെ പരലോകത്ത് നരകത്തിലാണ്. അല്ലാതെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതല്ല അവരുടെ ഇസ്ലാമിന്റെ ജിഹാദിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളതിന്റെയോ ലക്ഷ്യം എന്നുള്ളത്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്നാണ്. അത് അള്ളാഹുവിനോടുള്ള ബാധ്യത, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, അത് ദഅവത്തിന്റെ ഫദ്ലിനെ അറിയിക്കുന്ന, ദഅവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്ന, പ്രതിഫലത്തെ അറിയിക്കുന്ന കാര്യമാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലാഹി ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒരാള് നീ കാരണത്താൽ ഇസ്ലാമിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ നീ ഒരു കാരണക്കാരനായി തീർന്നാൽ. എങ്ങനെ കാരണക്കാരനായി തീരുക? നമ്മൾ അറിയിച്ചു കൊടുക്കലാണ്, നമ്മൾ എത്തിച്ചു കൊടുക്കലാണ്. ഷിർക്കിലും കുഫറിലുമായി ജീവിക്കുന്ന ആളുകളുണ്ട്, ആ ആളുകളിലേക്ക് ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ, അത് നമുക്ക് അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, എഴുതാനാണ് കഴിവെങ്കിൽ എഴുതി അറിയിച്ചുകൊണ്ട്, ഇനി ഒന്നുമില്ല എങ്കിൽ ഇന്നത്തെ ഉലമാക്കൾ പറയാറുള്ളത് പോലെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളിൽ
നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ, അറിയിച്ചു കൊടുക്കാൻ എന്താണോ സാധിക്കുക ആ രീതിയിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഹിദായത്തിന് ഒരു കാരണമാകാൻ നിനക്ക് സാധിച്ചാൽ, നീ ഒരു കാരണക്കാരനായാൽ ഖൈറുൻ ലക് മിൻ ഹുംരിൻ നിഅം, ഏറ്റവും വിലപിടിപ്പുള്ള, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഇന്ന് ലോകത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാഹനം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ, ആ രീതിയിൽ അന്ന് അറബികൾ കണ്ടിരുന്ന ആ ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. സഹോദരങ്ങളെ, ദഅവത്ത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ പിന്നോട്ട് വലിയേണ്ട, ഒരു മടി കാണിക്കേണ്ട ഒരു കാര്യമല്ല. പല ആളുകളും നഊദു ബില്ലാഹ് ഒരു കാലത്ത് തൗഹീദിന്റെ ദഅവത്തിൽ അവരുടെ പരിശ്രമങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്ന, അവരുടെ സമയം, അവരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം, അവരുടെ അറിവ്, കഴിവ്, ഇതെല്ലാം തൗഹീദിന്റെ ദഅവത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പല ആളുകളും പിൽക്കാലത്ത് അതിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞു പോകുന്നത് കാണാം. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം വരെ നമ്മുടെ മേലെയുള്ള ഉത്തരവാദിത്തങ്ങളാണത്. മരണം വരെ, നമ്മുടെ അവസാന നിമിഷം വരെ നമ്മുടെ മേലെയുള്ള ബാധ്യതയാണത്. ഈമാൻ ഉണ്ടാകൽ, ഇൽമു പഠിക്കൽ, അമല് ചെയ്യൽ, അതുപോലെ തന്നെ ദഅവത്ത് എന്നുള്ളത്, അതിൽ മരണം വരെ നമുക്ക് ക്ഷമയുണ്ടാകണം. പല ആളുകളും അതിൽ നിന്ന് ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിൻവാങ്ങി, എനിക്ക് എന്റെ കാര്യം മാത്രം മതി, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം എന്ന നിലയ്ക്ക് ഉൾവലിയുന്നത് കാണാം. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെ ആകരുത്. നമ്മൾ ഈ തൗഹീദിനെ എത്തിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് എന്താണോ കഴിയുക അതിന്റെ ഏറ്റവും പരമാവധി നമ്മുടെ ഇസ്തിതാഅത്ത് എന്താണോ, കഴിവെന്താണോ, അതിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് ചെയ്യാം. സ്ത്രീകൾക്ക് പല സ്ത്രീകളും അവർ വെറും വീട്ടുജോലികളിലായി അവരുടെ കാര്യങ്ങൾ മാത്രമായി മുഴുകുന്നത് കാണാം. ഇന്ന് നമുക്ക് നാട്ടിൽ സ്ത്രീകൾക്ക് ദഅവത്ത് ചെയ്യാൻ സ്ത്രീകൾക്കാണ് ഏറ്റവും നന്നായി സാധിക്കുക. അപ്പോ ഇന്ന് ഇസ്ലാമിലായി ജനിച്ചിട്ടുള്ള ആളുകൾ വരെ ധാരാളമായി ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, മുർത്തതായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്, വലിയ ഫിത്നയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ആ പെൺകുട്ടികൾക്ക്, ഒരു വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് ദീൻ എത്തിച്ചു കൊടുക്കാൻ, തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പഠിപ്പിക്കാൻ, നിസ്കാരവും സക്കാത്തും അതുപോലെയുള്ള ഓരോന്നും പഠിപ്പിക്കാൻ സ്ത്രീകൾ അവർ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾ, ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരോടൊപ്പം പഠിക്കുന്ന അവരുടെ കൂട്ടുകാർ, അയൽവാസികൾ, അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കണം. ഏതൊരു പ്രായത്തിലുള്ള ആളും എങ്ങനെയാണോ സാധിക്കുക അതിനുള്ള പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ തൗഹീദ് അൽ ജസാഉ മിൻ ജിൻസിൽ അമലാണ്, ഒരാൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉണ്ടാകും. ആ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ തൗഹീദിനെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും തൗഫീഖും നമുക്ക് ലഭിക്കും. ഇനി ഈ ബാബിലെ ആയത്തുകളും ഹദീസുകളും ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഇമാം സഅദി റഹിമഹുള്ളയുടെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബ് തൗഹീദിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അടുത്ത വായിക്കുന്നത്. ബാബു ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം സഅദി റഹിമഹുള്ള പറയാണ്, വഹാദ തർതീബു അല്ലദീ صنعه المؤلف في هذه الأبواب في غاية المناسبة. ഈ ഒരു തർതീബ്, തൗഹീദിന്റെ പ്രാധാന്യം, അതുകൊണ്ടുള്ള നേട്ടം, തൗഹീദിന്റെ പൂർത്തീകരണം, അതുപോലെ കഴിഞ്ഞ ബാബ് ശിർക്കിനെ തൊട്ടുള്ള ഭയം, അതിനുശേഷം ദഅവത്ത്, ഇത് കൃത്യമായിട്ടുള്ള ഒരു തർതീബിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ കിതാബിന്റെ മുഅല്ലിഫ് കൊടുത്തിട്ടുള്ളത്. فإنه ذكر في الأبواب السابقة وجوب التوحيد وفضله والحث عليه وعلى تكميله. കഴിഞ്ഞ ബാബുകളിൽ തൗഹീദിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും, വതഹഖഖ ബിഹി ളാഹിറൻ വബാത്തിന, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും അത് സാക്ഷാത്കരിക്കണം എന്നുള്ളതും, വൽ ഖൗഫ മിൻ ളിദ്ദിഹി, അതിനെതിരായിട്ടുള്ള ശിർക്കിനെ തൊട്ടുള്ള ഭയവും എല്ലാം പരാമർശിച്ചു. വബിദാലിക യക്മലുൽ അബ്ദു ഫീ നഫ്സിഹി, കഴിഞ്ഞ ബാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാൾ അവന്റെ സ്വന്തത്തിൽ തൗഹീദ് സാക്ഷാത്കരിക്കും, തൗഹീദ് പൂർത്തീകരിക്കും. അഥവാ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാബുകൾ ഉണ്ടല്ലോ, അതുവരെ എന്തായി, ഒരാൾ അവന്റെ സ്വന്തത്തിൽ തൗഹീദ് പൂർത്തീകരിക്കുന്നവനായി. ثم ذكر في هذا الباب تكميله لغيره بالدعوة إلى شهادة أن لا إله إلا الله. അങ്ങനെ ഈ ബാബിൽ തൗഹീദിന്റെ പൂർത്തീകരണം പരാമർശിക്കുന്നത് മറ്റുള്ളവരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. فإنه لا يتم التوحيد حتى يكمل العبد جميع مراتبه ثم يسعى في تكميل غيره. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഒരാളുടെയും തൗഹീദ് പൂർണ്ണമാവുകയില്ല, അല്ലെങ്കിൽ അതിന്റെ കമാലത്തിൽ എത്താൻ സാധിക്കുകയില്ല,
അവൻ അതിനുവേണ്ടി ആ കാര്യങ്ങളിൽ പരിശ്രമിക്കാതെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാതെയും. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പൂർണ്ണത നേടാൻ സാധിക്കുക. വഹാദ ഹുവ ത്വരീഖു ജമീഇൽ അംബിയാ, ഇതാണ് എല്ലാ നബിമാരുടെയും മാർഗം. എല്ലാ നബിമാരും ചെയ്തിട്ടുള്ള മാർഗവും രീതിയും അതാണ്. ഫഇന്നഹും അവ്വലു മാ യദ്ഊന ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വഹിയ ത്വരീഖതു സയ്യിദിഹിം വഇമാമിഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആദ്യമായി ക്ഷണിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കാണ്. അതാണ് നമ്മുടെ ഇമാമും സയ്യിദുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ലിഅന്നഹു കാമ ബിഹാദിഹി ദഅവ അഅ്ളമ ഖിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദഅവത്തുമായിട്ട്, തൗഹീദിന്റെ ദഅവത്തുമായിട്ട് നിലനിന്നത് വളരെ മഹത്തരമായിട്ടുള്ള രീതിയിലാണ്. വദഅ ഇലാ സബീലി റബ്ബിഹി ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വൽ മുജാദലതി ബില്ലതി ഹിയ അഹ്സൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത് ഹിക്മത്ത് കൊണ്ടാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകുന്ന രീതിയിൽ. മൗഇളത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ ദീൻ അംഗീകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുള്ള രീതിയിൽ. വൽ മുജാദലതു ബില്ലതി ഹിയ അഹ്സൻ, നല്ല രീതിയിൽ സംവദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എതിരായി നിൽക്കുന്ന ആളുകളോട്. ഈ മൂന്ന് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തിട്ടുള്ളത്. വലം യഫ്തർ വലം യദ്ഉഫ് ഹത്താ അഖാമ അല്ലാഹു ബിഹി അദ്ദീന വഹദാ ബിഹിൽ ഖൽഖൽ അദീം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദഅവത്ത് നിർത്തിയിട്ടില്ല, അതിൽ ദുർബലത കാണിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് അവിടെ യഥാർത്ഥ രൂപത്തിൽ സ്ഥാപിക്കുന്നത് വരെ, വലിയൊരു സമൂഹത്തെ, സൃഷ്ടികളെ ആ ദീനിലേക്ക് എത്തിക്കുന്നത് വരെ. എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ എന്ത് ചെയ്തിട്ടില്ല? ദഅവത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ച, ഒരു കുറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ത്യാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലോചിച്ച് നോക്കി, വേണമെങ്കിൽ ഏറ്റവും സുഖമായി ജീവിക്കാം, ഏറ്റവും സമാധാനത്തിൽ, ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കാം. എന്തെല്ലാം ത്യാഗങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുള്ളത്. ആ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. തൗഹീദ് പറയാൻ തുടങ്ങിയ സമയത്ത് തന്റെ 2 പെൺമക്കൾ വിധവകളായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഭർത്താക്കന്മാർ ഒഴിവാക്കിയിട്ടുള്ളത്. അതിനുശേഷം സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉപദ്രവം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനിടയിൽ 3 വർഷത്തോളം പട്ടിണിയുമായിട്ട് ആളുകൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. പല ത്യാഗങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. ഇതൊന്നും അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് തടസ്സമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയെല്ലാം ത്യാഗം സഹിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആ ബാധ്യത നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പിന്നെ ആരായിട്ടും ഒരു പ്രശ്നമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മരണം വരെ ഉറച്ചു നിന്നിട്ടുണ്ട്. വവസല ദീനഹു ബിബറകതി ദഅവതിഹി ഇലാ മശാരിഖിൽ അർളി വമഗാരിബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ആ ദഅവത്ത് എത്തി. വകാന യദ്ഉ ബിനഫ്സിഹി വയഅ്മുറു റസൂലഹു വഅത്ബാഅഹു അൻ യദ്ഉ ഇലല്ലാഹി വഇലാ തൗഹീദിഹി ഖബ്ല കുല്ലി ഷൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ അയക്കുമ്പോഴുമെല്ലാം എല്ലാവരോടും പറഞ്ഞിരുന്നത് ആദ്യം തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. لأن جميع الأعمال متوفقة في صحتها وقبولها على التوحيد. എല്ലാ കർമ്മങ്ങളും ശരിയാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യം തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. فكما أن على العبد أن يقوم بتوحيد الله فعليه أن يدعو العباد إلى الله بالتي هي أحسن. അതുകൊണ്ട് തന്നെ തൗഹീദിൽ നിലകൊള്ളുന്ന ഒരു അടിമ അവൻ ചെയ്യേണ്ട കാര്യമാണ്, അവന്റെ മേലുള്ള ബാധ്യതയാണ് മറ്റുള്ള അടിമകളെ അള്ളാഹുവിലേക്ക്, തൗഹീദിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ഷണിക്കുക എന്നുള്ളത്. വകുല്ലു മൻ ഇഹ്തദാ അലാ യദൈഹി ഫലഹു മിസ്ലു ഉജൂരിഹിം മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. ആ ഒരു അടിമ കാരണത്താൽ ആരെല്ലാം ആ ഹിദായത്തിലേക്ക് വരുന്നുവോ അവൻ ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആ ക്ഷണിച്ചവനും ഉണ്ടാകും, ആ മറ്റുള്ളവരിൽ ഒരു കുറവും വരാതെ. وَإِذَا كَانَتِ الدَّعْوَةُ إِلَى اللَّهِ وَإِلَى شَهَادَةِ أَن لَّا إِلَهَ إِلَّا اللَّهُ فَرْضًا عَلَى كُلِّ أَحَدٍ. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുമുള്ള ഈ ക്ഷണം
അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മേലെ നിർബന്ധമാകുന്നത്. കാനൽ വാജിബു അലാ കുല്ലി അഹദിൻ ബിഹസ്ബി മഖ്ദൂരിഹി, ഓരോ ആളുകളുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ കഴിയുക അതിന്റെ അടിസ്ഥാനത്തിൽ വാജിബായിട്ടുള്ള കാര്യമായിട്ടുള്ളത്. ഫഅലൽ ആലിമി, ഒരു അറിവുള്ള പണ്ഡിതന്റെ മേലെ, മിൻ ബയാനി ദാലിക വദ്ദഅവതി വൽ ഇർഷാദി വൽ ഹിദായത്തി അഅലമു മിമ്മാ അലാ ഗൈരിഹി മിമ്മൻ ലൈസ ബിആലിമിൻ, ഒരു അറിവുള്ള ഒരാളുടെ മേലെ ആ തൗഹീദിനെ വ്യക്തമാക്കി കൊടുക്കലും അതിലേക്ക് ക്ഷണിക്കലും അതിലേക്ക് മാർഗനിർദ്ദേശനം നൽകലും മറ്റുള്ള ആളുകളെക്കാൾ അവന്റെ മേലെ ബാധ്യതയുള്ള കാര്യമാണ്. അവൻ ഉദ്ദേശിച്ചത് ഒരു ആലിമിന്റെ മേലെ ബാധ്യതയുള്ള കാര്യമാണ്. വഅലൽ ഖാദിരി ബിബദനിഹി, നീ ആർക്കാണോ ശരീരം കൊണ്ട് ദഅവത്ത് ചെയ്യാൻ സാധിക്കുക, വയദിഹി കൈകൊണ്ട്, ഔ മാലിഹി സമ്പത്ത് കൊണ്ട്, ഔ ജാഹിഹി അവന്റെ സ്ഥാനം കൊണ്ട്, വഖൗലിഹി അഅബമു മിമ്മാ അലാ മൻ ലൈസത് ലഹു തിൽകൽ ഖുദ്റ, അല്ലെങ്കിൽ അവന്റെ വാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ളവർ, അങ്ങനെ ആ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് അവന്റെ മേലെയുള്ള ബാധ്യതയുള്ള അതാണ് അവന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മുടെ ആരോഗ്യമാണോ, സമയമാണോ, സമ്പത്താണോ, സംസാരിക്കാൻ കഴിവാണോ, എഴുതാനുള്ള കഴിവാണോ, എന്താണോ ഉള്ളത് അതുകൊണ്ട് അള്ളാഹുവിനെ ക്ഷണിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഖാലത്ത് തആല, അല്ലാഹു തആല പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അതിന്റെ പരമാവധിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വറഹിമ അല്ലാഹു മൻ അആന അലദ്ദീനി വലൗ ബിശത്രി കലിമത്തിൻ, എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാൻ, ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവന് അള്ളാഹു തആല കാരുണ്യം ചൊരിയട്ടെ. വഇന്നമൽ ഹലാകു ഫീ തർകി മാ യഖ്ദിറു അലൈഹിൽ അബ്ദ് മിന അദ്ദഅവതി ഇല ഹാദദ്ദീൻ, ഒരു നാശം സംഭവിക്കുക എന്നുള്ളത് കഴിവുള്ള ഒരാൾ അവന്റെ കഴിവ് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഈ ദീനിലേക്ക് ദഅവത്ത് നടത്താതെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നാശം സംഭവിക്കുക. അത് സഹോദരങ്ങളെ, ദഅവത്തില്ല എങ്കിൽ ആ സമൂഹം മൊത്തത്തിലാണ് നശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. കപ്പലിൽ പോകുന്ന ആളുകൾ രണ്ട് തട്ടിലായിട്ടാണ്, താഴെ കുറച്ച് ആളുകളുണ്ട്, മേലെ കുറച്ച് ആളുകളുണ്ട്. അപ്പോ താഴെയുള്ള ആളുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ മേലെ പോകണം, മേലാണ് വെള്ളം ഉള്ളത്. അപ്പൊ വെള്ളം എടുക്കേണ്ട സമയത്ത് ഓരോ ആളുകളും മേലെ പോയിട്ട് വെള്ളം എടുക്കും. അങ്ങനെ കുറച്ച് ആളുകൾ, താഴെ ഉള്ള കുറച്ച് ആളുകൾക്ക് തോന്നി, നമ്മൾ എന്തിനാ ഇങ്ങനെ മേലെ പോണ്, നമുക്ക് വെള്ളത്തിലാണല്ലോ കപ്പൽ പോകുന്നത്, ഈ കപ്പലിൽ ഒരു ഓട്ടം ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പൊ വെള്ളമൊക്കെ നമുക്ക് താഴത്തുനിന്ന് തന്നെ ലഭിക്കുമല്ലോ എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. ആ ആളുകൾ പറയുന്ന പ്രവൃത്തിയെ മറ്റുള്ള ആളുകൾ തടഞ്ഞിട്ടില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലാവരും, മേലുള്ള ആളുകൾ പറയാണ് ഞങ്ങൾക്ക് വെള്ളമുണ്ട്, ഓരെന്താ ചെയ്തോട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ താഴെയുള്ള മറ്റാളുകൾ പറയാണ് ഓരെന്താ ചെയ്തോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മേലെ പോയി എടുക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ കപ്പൽ മൊത്തം മുങ്ങും, കപ്പൽ മുഴുവൻ മുങ്ങിപ്പോകും. അപ്പോ നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യാതെ അതിൽ മടി കാണിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, ഇത് മാത്രമാണ് നമ്മുടെ ചിന്ത എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ദീനിന് വേണ്ടി പഠിക്കാനും കർമ്മം ചെയ്യാനും ഒന്നും നമ്മുടെ കാര്യമല്ല എന്നാണ് ചിന്ത എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അത് കൊണ്ട് നടത്തുന്നത്, നേരെയാക്കുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ കൈകളിലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ എന്ത് പരിശ്രമിക്കുന്നുവോ അതിന്റെ നേട്ടം നമ്മുടെ ജീവിതത്തിലുടനീളം കാണാൻ സാധിക്കും. അതാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദഅവത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ദഅവത്തിന്റെ തർത്തീബിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ദഅവത്താണ്. അത് കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും, തൗഹീദില്ലാതെ അവൻ എത്ര കർമ്മം ചെയ്താലും, എത്ര നല്ലവനായി ജീവിച്ചാലും, എത്ര നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും, എത്ര രാത്രി നിസ്കരിച്ചാലും, എത്ര ദാനധർമ്മം നൽകിയാലും അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുണ്ടാവില്ല. 100% ഉറപ്പ്, ഒരു വിലയുണ്ടാവില്ല. എന്നാൽ തൗഹീദോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങളെങ്കിലോ അത് ഏറ്റവും മഹത്തായിട്ടുള്ള പ്രതിഫലമായി അവന് പരലോകത്ത് കണ്ടെത്താവുന്നതുമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. നിസ്കാരത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വന്നിട്ട് മതി തൗഹീദിന്റെ ദഅവത്ത്, അങ്ങനെ ഒരു വാദത്തിലേക്കോ, അതല്ലെങ്കിൽ ആളുകൾ അവരുടെ സാമ്പത്തിക സ്ഥിതി, ഭൗതികമായ അവസ്ഥ, അതൊക്കെ നേരായിട്ട് മതി തൗഹീദ് പറയൽ, അങ്ങനെ ഒരു വാദമോ ഇസ്ലാമിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ സഹാബികൾക്കോ പരിചയമില്ലാത്ത വാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദ് ആളുകൾക്ക് എത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ
وعلى آله وأصحابه أجمعين والحمد لله رب العالمين.